പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡുകളിൽ ശക്തമായ പ്രതിഷേധവുമായി മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനും ഒതുക്കാനും കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്ന പ്രവണത രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും ഇത് ജനാധിപത്യപരമായ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നമുക്കറിയാം, സ്റ്റാലിനും പിണറായി വിജയനും പല വേദികളിലും പരസ്പരം പുകഴ്ത്തുന്നവരാണ്. എം.കെ. സ്റ്റാലിനും പിണറായി വിജയനും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പിന്തുണയ്ക്കുന്നതിലും വലിയ അത്ഭുതമില്ല. കൂടാതെ സ്റ്റാലിൻ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ നേതാക്കൾ മുൻപ് ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നാണ് സ്റ്റാലിൻ ഓർമ്മിപ്പിച്ചത്. പിണറായി വിജയനെ എന്തുകൊണ്ടാണ് ബി.ജെ.പി. സർക്കാർ ലക്ഷ്യമിടാത്തതെന്ന് ആവർത്തിച്ച് ചോദിച്ച ചില കോൺഗ്രസ് നേതാക്കളുടെ ആരോപണങ്ങളുടെ പൊള്ളത്തരമാണ് ഈ റെയ്ഡിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ.ഡി. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികളിൽ ഒരേ സമയം പരിശോധന നടത്തിയത്. ഇ.ഡി. അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കങ്ങൾ ഉണ്ടായത്. ഇതിനെതിരെ CPM വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉയർത്തുന്നത്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും മരുമകനും ബേപ്പൂർ MLA-യുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് ഉള്ള വീട്ടിലും അടക്കം 12 ഇടത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന രാവിലെ ആരംഭിച്ചത്. കേരളത്തിൽ പലയിടത്തും, കേരളത്തിന് പുറത്തും 2 ഇടത്തുമാണ് റെയ്ഡ്. ഇന്ന് പുലർച്ചെ കനത്ത സുരക്ഷയോടെയാണ് ഇ.ഡി. സംഘം പിണറായിയുടെ വീട്ടിലെത്തിയത്. കണ്ണൂരിലെ വീട്ടിൽ രാവിലെ 6 മണിയോടെയാണ് പരിശോധനാ സംഘം എത്തിയത്. കണ്ണൂരിലെയും കോഴിക്കോടെയും റെയ്ഡ് പൂർത്തിയായി അവർ മടങ്ങി. ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ പിണറായി വിജയനും മകളും വീണയുമുണ്ട്. ഇ.ഡി. സംഘം വീണ വിജയന്റെ മൊഴിയെടുത്തതായാണ് റിപ്പോർട്ടുകൾ. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും ഇ.ഡി. സംഘം എത്തി റെയ്ഡ് നടത്തി. ഇ.ഡിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെ CPM നേതാക്കൾ പ്രസ്താവനയുമായി രംഗത്തെത്തുകയും ചെയ്തു. മാസപ്പടി കേസിൽ ഇ.ഡി. അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാജ ചെലവുകളുടെ മറവിൽ CMRL കമ്പനിയിൽ നിന്ന് വിവിധ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ ഫണ്ടായി വകമാറ്റി നൽകിയെന്നാണ് കേസ്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇ.ഡി. അറിയിച്ചു. സ്വന്തം പാർട്ടിക്കാരല്ലാത്തവർക്ക് നേരെ ഇ.ഡിയുടെ പരിശോധന നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. റെയ്ഡ് നടത്തി തളർത്തിക്കളയാമെന്ന് കരുതണ്ട. എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിക്കുന്നത്. അതിന് ഒരു കുറവുമില്ലെന്നതിന്റെ തെളിവാണ് ഇന്ന് കണ്ടത്. ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ അത് പിന്നീട് പറയാമെന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.